ഹായ് ഹലോ. അപ്പം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നട്ടാ. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഫസ്റ്റ് ഒന്ന് ചായ വെച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്ത് പണിയെടുക്കാൻ കഴിയുന്നവ. രാവിലെ എണീച്ചിട്ട് അര ഗ്ലാസ് ചായ കുടിച്ചതിന് ശേഷം എൻ്റെ പണിയൊക്കെ സ്റ്റാർട്ടാകാൻ പറ്റുന്നു. അങ്ങനെ ഒറ്റൊരു ഗ്ലാസ് ചായ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിള്ളേരാരും എണീച്ചിട്ടൊന്നുമില്ല. അപ്പോൾ മദ്രസിൻ്റെ ബിനത്തിൻ്റെ പരിപാടിയുണ്ട് മദ്രസിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിള്ളേർ പോകുമ്പോഴേക്ക് ചായ അവർക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. അപ്പം ചായയും ഫസ്റ്റ് ഞാൻ തന്നെ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ബിസ്ക്കറ്റും കൂട്ടിയിട്ട് ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ കുടിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത്. അപ്പോൾ ചായ എല്ലാം കുടിച്ചിട്ട് എൻ്റെ ബാക്കി പണിയെല്ലാം തുടങ്ങുന്നട്ടാ. പിന്നെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇടിയപ്പം പാലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പുട്ടെല്ലാം കുഴച്ചിട്ട് വെച്ചിനവേ. അപ്പോൾ ഇടിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഗ്യാസിൽ അപ്പച്ചമ്പെല്ലാം വെച്ചിട്ട് ഞാൻ വാഴൻ്റെ ഇല പറിക്കാൻ വേണ്ടിയിട്ട് വാഴൻ്റെ ഇല പറിക്കണ്ടേ, അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കത്രിക കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ അങ്ങനെ വാഴൻ്റെ ഇല എല്ലാം പറിച്ചിട്ട് വന്നിട്ട് ഞാൻ വീണ്ടും അതിനെ കുഴച്ചിട്ട് അപ്പത്തിൻ്റെ മറ്റേ ഇടിയപ്പം ഉണ്ടാക്കുന്ന നൂലപ്പമില്ലേ, നിങ്ങളുടെ നൂലപ്പമായിരിക്കുമല്ലോ പറയുന്നത്, നമ്മൾ ഇടിയപ്പം എന്ന് പറയുന്നേ. ഇടിയപ്പം ഉണ്ടാക്കുന്നതിലേക്ക് അതിനിട്ടിട്ട് നല്ല പങ്ങളെ റൗണ്ടാക്കി തിരിച്ച് വെച്ച് ഞാനതിൻ്റെ ചൂടാക്കിയിട്ടൊന്നുമില്ല പുട്ടിനെ, എല്ലാവരും ചൂടാക്കിയിട്ടല്ല ഇടല്. ഞാൻ ചൂടൊന്നാക്കിയിട്ട് അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് നേരെ തിരിച്ച് വെച്ച് തിരിക്കുമ്പോൾ നല്ല പങ്ങൾ നേരെ റൗണ്ടാക്കി തിരിച്ചിട്ട് വെച്ച്. അപ്പോൾ ബാൻഡലയിൽ ഒന്നിൽ 4 എണ്ണം വെച്ചിട്ടുണ്ടായി. ഞാൻ 4 എണ്ണം പിടിച്ച് ചെറിയ അപ്പച്ചട്ടേച്ചെങ്കിൽ സ്റ്റീമർ എന്ന് പറയും, നമ്മൾ അപ്പച്ചമ്പ് എന്ന് പറയുന്നത്, അപ്പച്ചട്ടി അപ്പച്ചമ്പ് അങ്ങനെയെല്ലാം പറയും. അപ്പം സ്റ്റീമറിൽ വെച്ചിട്ട് പിന്നെ അത് ഒരു ട്രിപ്പ് എടുത്തിട്ട് അത് ഒന്ന് വേവിച്ചെടുത്ത് ഭയങ്കര ഉറപ്പുണ്ടായിന്. അതുകൊണ്ടത് തിരിക്കാനും കഴിയുന്നുണ്ടായിട്ടാണ്. പുതിയ പിന്നെ ഈ നൂലപ്പത്തിൻ്റെ പുതിയ ഇതായത് കൊണ്ട് കുറച്ച് ടൈറ്റ് ഉണ്ടായിന്. അങ്ങനെയെല്ലാം ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ച് പിന്നെ 3 എണ്ണം ഉണ്ടാക്കിയിട്ട് അവൻ എന്നെ നെയ്ല പറയാൻ ഞാനാക്കാം ഞാൻ തിരിക്കാൻ വന്നു. എനിക്ക് കയ്യിലായിട്ട് ഓളെങ്ങനെയെല്ലാം ഇടിയപ്പം എല്ലാം റെഡിയാക്കിയിട്ടായി. അതിന് പാലുണ്ടാക്കണം. ഇടിയപ്പത്തിന് പാലുണ്ടാക്കല്ലേ, തേങ്ങ എല്ലാം ചരിച്ചിട്ട്. നിങ്ങൾ ഉണ്ടാക്കല്ലേ അങ്ങനെ? ഞാൻ തേങ്ങ ചരിച്ചിട്ട് വെള്ളം ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ പാലുണ്ടാക്കുന്നത്. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ പാൽ റെഡിയാക്കാൻ വേണ്ടി തേങ്ങ ചേർക്കാൻ വേണ്ടി അതിനുള്ള പണിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇടിയപ്പം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതിനിപ്പോൾ സ്റ്റീമറിൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ വേവിച്ചിട്ട് എടുക്കുന്നു. ഇത് ബന്ധിച്ചിട്ട് വേകുന്ന ടൈം കൊണ്ട് തേങ്ങ ചേർക്കണം. തേങ്ങ ചിരവിയിട്ട് പാലുണ്ടാക്കണം. വെല്ലവും നീരുള്ളി ഇലക്കി അങ്ങനെ എല്ലാം ഇട്ടാണ് അതിൻ്റെ പാലുണ്ടാക്കണം. പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ടൈം എടുക്കുന്നു. നമ്മളിങ്ങനെ ചട്ടി വെച്ചിട്ട് ദോശ ചുടുന്ന ആ ടൈമല്ല, കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇടിയപ്പം അങ്ങനെ ചുടൽ കുറവാണ്. അപ്പോൾ ഇന്ന് മദ്രസയിലുള്ള പരിപാടി കുറച്ച് ലേറ്റായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ടൈം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചുട്ടാണ്. 10 മണിക്കാണ് മദ്രസയിലെ പരിപാടി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചുടാന്ന് വെച്ചിട്ട് ഇങ്ങനെ മല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തേങ്ങ എല്ലാം ചിരവി കഴിഞ്ഞ് എനിപ്പോൾ മിക്സിയിലിട്ടിട്ട് തേങ്ങ ഇതാക്കണം. ആ സമയം നോക്കുമ്പോൾക്ക് അപ്പം ബന്ധിനാന്ന് നോക്കിയാണ് വേനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങ ചരിച്ച് അപ്പോൾ എൻ്റെ മിക്സിക്ക് എന്തോ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കംപ്ലൈൻറ്റ് മീൻസ് ഒരു ഓഫാണ്, ഓണാക്കി കുറച്ച് കഴിയുമ്പോൾ ഓണാന്ന് അങ്ങനെയാണ് ആവുന്നുണ്ടായത്. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു മിക്സി ഉണ്ടായിരുന്നു, സുജാതൻ്റെ മിക്സി കുടിയാവുന്ന സമയത്ത് കിട്ടിയാണ്. അപ്പോൾ അത് എടുത്തിട്ടേ ഉണ്ടായിട്ടാണ്, ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാണ്. പിന്നെ ഇതിനോട് പണിക്കൊണ്ട് നിൽക്കാൻ കഴിയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പുതിയ മിക്സി തന്നെ എടുത്ത് അങ്ങനെ തേങ്ങാപ്പാൽ പുതിയ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഇതാക്കി. അതിൽ 3 ജാറുണ്ട്. നല്ല മിക്സി സുജാതൻ്റെ മിക്സി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ കുടിയാളുന്ന സമയത്ത് ഒന്ന് എടുത്തുകൊണ്ട് പിന്നെ വെറുതെ സ്ഥലം സ്പേസ് എല്ലാം ഫുൾ പോകുന്നില്ല, അതുകൊണ്ട് ഞാനത് എടുക്കാണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായി. തൊട്ടിട്ടേ ഉണ്ടായിട്ട് കൊടുന്നല്ലാണ്ട് ചെമ്മുൻ്റെ ചങ്ങായി ഗിഫ്റ്റ് തന്നെയാണ് ഓഫീസിലത്തെ പിള്ളമാർ. അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയ ജാറിലിട്ട്, ചെറിയതല്ല മിഡിലുള്ള ജാറില്ലേ, അതിലിട്ടിട്ട് അതിനെ അരച്ചിട്ടെടുത്ത് തേങ്ങനെ പാലെടുത്തിട്ടേറ്റ് പാലുണ്ടാക്കി.
വീഡിയോയിൽ എടുക്കുമ്പോൾ കുറേ സമയം ലേറ്റായി. അങ്ങനെ അപ്പൊക്ക് നെയിലാക്ക് മദ്രസിലേക്ക് പോകാൻ ലേറ്റായിട്ടുള്ള പറയാൻ കഴിഞ്ഞ് അങ്ങനെ ഓള് ബേ കുളിച്ചിട്ട് റെഡി ആകാൻ വേണ്ടിയിട്ട് പോയി. ആ സമയം കൊണ്ട് ഞാൻ വീഡിയോ എങ്ങനെ തുടങ്ങിയതല്ലേ പകുതിയാക്കാൻ കഴിയാന്ന് വെച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് ബേയും പിന്നെ അതിന് പാലിന് റെഡിയാക്കി. ആ സമയത്ത് ഓള് കുളിച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ട് ഓള് തിരിക്കാൻ ഓൾക്ക് തിരിക്കാനേ കഴിയുന്നില്ല. ഓള് വെറുതെ തിരിച്ചോണ്ട് നിൽക്കുന്നത്, നേരായിട്ടുമില്ല. നേരം നീ എന്നെ തിന്നേണ്ടി വരും എന്നിട്ട് അങ്ങനെ ഓള് ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് ഉണ്ടാക്കാണ്ട് നിന്നിട്ടാ ഇങ്ങനത്തെ കിണിച്ചിപ്പണിക്കെല്ലാം ഓള് കൊടുക്കും. അങ്ങനെ അപ്പം റെഡി ആയിട്ട് അങ്ങനെ 4 അപ്പം ഉണ്ടായിന്. അപ്പോൾ ആ 4 അപ്പം എടുത്തിട്ട് റെഡി ആയിട്ട് വെച്ച് എന്നിട്ട് നിങ്ങൾ തിന്നെന്ന് പറഞ്ഞിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഞാനവിടെ ടേബിളിൽ കൊണ്ടുപോയി കൊടുത്തു വെക്കും. അപ്പോൾ ആ സമയം കൊണ്ട് പാലും റെഡി ആയിട്ടുണ്ടായിന്. അതിനെ കലക്കിയിട്ട് പാലും റെഡിയായി. അതിലേക്ക് ബെല്ലും ഏലക്കി നീരുള്ളി എല്ലാം മുറിച്ചിട്ടത് അതും ഞാൻ പറക്കിയിട്ടിട്ട് എന്നിട്ട് അപ്പോൾ ഇടിയപ്പം റെഡിയായിട്ട് ഞാൻ അവർക്ക് ചായ കുടിക്കാൻ വേണ്ടി ചായ വെച്ചിട്ടുണ്ടായിന്. ചായയും വെച്ചിട്ട് അത് കുടുക്കി എന്നിട്ട് അത് കൊണ്ടുകൊടുത്ത് ഏലക്കിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം നീരുള്ളി ഇട്ടിന്, പിന്നെ ബെല്ലും. പിന്നെ ഈ പാലാക്കുമ്പോൾ നമ്മൾ പത്തലിനെ പൊടിക്കുന്നില്ലേ, അരി പൊടിച്ചത് അരി ഇടലുണ്ട് ഞാൻ. അപ്പോൾ അരിയും അതെല്ലാം മിക്സ് ആക്കിയിട്ടാണ് ഇങ്ങനെയുണ്ട് പാല്. നിങ്ങളുടെ പാൽ ഇങ്ങനെയാണ് ഓരോരോ ബെല്ലത്തിൽ കുറച്ച് കളർ കറുത്ത് തോന്നും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു 2 ആൾ ചായ കുടിക്കാൻ. പിന്നെ യാസിന് അപ്പം തിന്നുമ്പോൾ എന്ത് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഫോണില്ലാണ്ട് കയ്യില്ല. എനിക്ക് ഇറങ്ങണമെങ്കിൽ ഫോൺ വേണം. എന്നിട്ട് തുണിയെല്ലാം അറിയിട്ടിട്ടുണ്ടായിന്. ഞാൻ മദ്രസയിൽ പോകുന്ന ഉച്ച സമയത്ത് അതിന് വെയിൽ വന്നിട്ടുണ്ടായിട്ട് തുണിയെല്ലാം എടുത്തിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് വന്ന് അങ്ങനെ ഓനിക്ക് ചായ ഓനെല്ലാവരും കുടിച്ചിട്ടായിട്ട് ഓന് കുടിച്ചിട്ടായിട്ടുണ്ടായിട്ട് അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് ഓനിതായി. തമ്മിലല്ല ടൗണില് എന്ത് സാധനം വേങ്ങാന് മുട്ടായി വേണോ എന്നിട്ട് കരഞ്ഞൂടാ? എനിക്ക് ഇങ്ങോട്ട് നോക്ക്. ലൈസ് വേണോ, മുട്ടായി വേണോ, ചോക്ലേറ്റ് വേണോ, അങ്ങനെ പറഞ്ഞിട്ടൊന്ന് കരഞ്ഞൂടാ? ഓക്കെ അല്ലേ? പോവാ നമുക്ക് സാധനം വേങ്ങാന്. അവിടുന്ന് ഞമ്മളിപ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോന്നെ. ഓക്കെ സെറ്റല്ലേ? എടാണേ സാധനം എങ്ങനെ എന്തുമെങ്കിലും ഉറപ്പന്നല്ലേ? സത്യം പറഞ്ഞേ ആടത്തിരി അത് വേണം ഇത് വേണമെങ്കിൽ കരഞ്ഞ ഞാൻ എന്താക്കണം നിന്നെ? കിള്ളും. ഓക്കെ എന്ത് വേണമെന്ന് പറഞ്ഞൂടാ? അതിൻ്റെ ചോക്ലേറ്റ് അവിടെ കുറേ ചോക്ലേറ്റ് എല്ലാം ഉണ്ടാവും ഷോപ്പിൽ. ഏനാ ലൈനും ഉണ്ടായില്ല. സെറ്റല്ലേ? അങ്ങനെ നമ്മളെല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയവ കാറ് വെച്ചത് കണ്ട സെഡിൽ കാറിതാ ചുമരിൽ മുട്ടിയിട്ടാന്നുള്ളൊരു നൂല് പോകുന്ന സ്പേസ് ഒന്നും ഇല്ല, അത്ര കൺജസ്റ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ കാറിതാ എടുത്തിട്ട് ഞങ്ങൾ ഓളനയിലാണ് മദർസിൽ ഇറക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മദർസിൽ ഓളെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ ടൗണിൽ പോയി സാധനം വാങ്ങാൻ വേണ്ടി. സാധനമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റ് പോയി സാധനം വാങ്ങിയിട്ട് വരാൻ എന്നിട്ട് പോയതാണ്. ടൗണല്ലേ? പിന്നെ ഇതാടെ ആരെ പറ നമ്മളെന്താ നേരെ പറയും ഞാൻ നെയിലാണ് മദ്രസിൽ കൊണ്ടാക്കാൻ പോന്ന. ഓക്കെ മദ്രസിലുണ്ടാക്കാൻ പോന്നല്ലേ? നെയിലാണ് മദ്രസിൽ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയവ. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ച നെയ്യാസ് ഉണ്ടാവും. എന്നോട് എല്ലാം പറയുന്നല്ലോ ഒത്തിരി തന്നെ വന്നത്. ഞാൻ എന്തും മേങ്ങില്ല അങ്ങനെ ഇങ്ങനെ എന്തൊത്തും ഓണി എന്തെല്ലാം ഓനിക്ക് നമുക്ക് വേണ്ടാത്ത സാധനമാണ് ഓനിക്ക് വേണ്ടിണ്ടാകുന്നത്. എന്തെല്ലോ അടക്കേണ്ടത് പറ്റോണി മേങ്ങും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് മാണ്ട് ഞാൻ ഓഫീസിൽ മോനെ കൊണ്ടുപോകാം അങ്ങനെ സാധനം വാങ്ങിയിട്ടാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതിയതാണ്. അങ്ങനെ ഞാൻ ഓനിക്ക് വേണ്ടതെല്ലാം മേങ്ങും. ഞാൻ ഓനിക്ക് ചോക്കോസ് മാഗി അങ്ങനത്തെ അവൻ്റെ ആവശ്യമുള്ള സാധനമല്ലേ വാങ്ങി. പക്ഷെ അന്ന് ഓനിക്ക് എന്തെല്ലോ പണിയുണ്ടാവും. കുറേ ചോക്ലേറ്റ് എടുക്കും, പിന്നെ ആവശ്യമില്ലാതെ കുറേ മറ്റേത് ബിസ്ക്കറ്റ് ഉണ്ടാകുന്നില്ല ക്രീം ബിസ്ക്കറ്റ് അങ്ങനത്തെ എല്ലാം ഓൻ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഓനെ കൂട്ടാണെന്നത്. ഓന് വരുന്നത് നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ച് വേണ്ടാന്ന് വെച്ച് എന്തെല്ലോ എന്തെന്നില്ല കണ്ടതെല്ലാം എനിക്ക് വേണം. അതും വേണം ഇത് വേണ്ടിട്ട് എന്ത് കുടിക്കൂല, എല്ലാം വേസ്റ്റ് ആക്കിയിട്ട് കളയുകയും ചെയ്യും. അങ്ങനെ ആ സാധനം എല്ലാം വാങ്ങിയിട്ടായി. എന്നിട്ട് ബില്ലിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിന് ബില്ലിങ്ങിൻ്റെ കൗണ്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം സാധനം വാങ്ങിയിട്ടവ ഒരു മാസത്തേക്ക് എല്ലാ സാധനങ്ങളും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങലാണ്. അപ്പോൾ
ഇപ്പോൾ ബിൽഡിങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സാധനമെല്ലാം അവർ പേക്കാക്കി തന്നു. എന്നിട്ട് ചുമന്ന് വെയിറ്റ് ആയിട്ടുണ്ട് പോകാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ആക്കിന്. ആ ബസ് നിർമ്മിച്ച് ഭയങ്കര ട്രാഫിക്കെല്ലാം ഇറങ്ങിയിട്ട് വരാൻ ടൈം എടുത്ത്. അങ്ങനെ പുറത്തടിയിൽ തന്നെ കുറേ സമയം നിന്ന് മടുത്തിയത്. പിന്നെ 1:45 മണിയിലാണ് മദ്രസയിൽ പരിപാടിയുണ്ട്. അങ്ങനെ സിറ്റി സമയം ഒരു 3 വെച്ച് അങ്ങനെ 1:45 പരിപാടിയിലുമ്പോൾ പോയിട്ട് ഇത്തിരി ഫുഡൊന്നും ഉണ്ടാക്കില്ല. രാവിലെ ചായ മാത്രം കുടിച്ചിട്ട് വന്നതാണ്. പാത്രം കഴിക്കുന്നുണ്ടായിട്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ഫുഡിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കണമെന്നൊരു പ്ലാൻ ഉണ്ടായിട്ടാണ്. അത് പെട്ടെന്ന് 1:30 മണിയാകുമ്പോൾ 1:20 പെരക്കത്തിന് 1:45 പരിപാടി തുടങ്ങിയിട്ട് പരിപാടി തുടങ്ങുമ്പോൾ 2 മണിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അങ്ങനെ 1:30 മണിയാകുമ്പോൾ 1:20 പെരക്കെത്തിയിട്ട് പുരലിൽ നിന്ന് നെയ്ച്ചോറും പിന്നെ വേളക്കറിയും പരിപ്പ് എന്ന് പറയുന്നില്ലേ അത് കറിയും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് വേഗം കഴിച്ച് എന്തോ ടേസ്റ്റ് ഉണ്ടായിട്ട് എത്തിയപ്പാടെന്ന് ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് നെയ്ച്ചോറിൻ്റെ അരിയും എടുത്തിട്ട് വെച്ച് ഫ്രീസറിന്ന് ചിക്കൻ എടുത്ത് അതും വെള്ളത്തിലിട്ട് എല്ലാം ചടപടയെന്നിട്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതേപോലെ 2 മണിയാകുമ്പോൾ തന്നെ പോയോ മദ്രസയിലേക്ക്. എല്ലാം കൂടെ പരിപാടി മിസ്സാകുന്നില്ലേ. ഞാനൊരു കുക്കറിൽ പരിപ്പിൻ്റെ കറിയും വെച്ച് ഒരു പാനിൽ ഷീർ ചട്ടിയിൽ മറ്റേതും വെച്ച് നെയ്ച്ചോറും എന്നിട്ട് ഒരു പാനിൽ ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ച് അങ്ങനെ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി. Ja. Ja. ഒരു ഗ്യാസിൽ പിന്നെ നെയ്ച്ചോറിൻ്റെ വെച്ച് ഒന്ന് പരിപ്പ് കറി വെച്ച് പരിപ്പ് കറി ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പെരക്കുകയും ചെയ്ത് എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി. അങ്ങനെ ആകെ അരമണിക്കൂറിനുള്ളിൽ എല്ലാം ഉണ്ട്. എല്ലാവരും വിചാരിക്കും അരമണിക്കൂറിനുള്ളിൽ തണുപ്പല്ലേ. അതിൻ്റെ ഭയങ്കര ചൂടാകും. അതുകൊണ്ട് പെട്ടെന്ന് ചിക്കനെല്ലാം വെള്ളത്തിൽ നിന്ന് അടിയും. നെയ്ച്ചോറിന് അരി ഇട്ടിട്ടായിട്ട് ഞാൻ പിന്നെ അതും മൂടി വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചാണ്. അങ്ങനെ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോയി. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഈ ഫുഡ്. ഇത്ര ഫാസ്റ്റ് ആക്കിയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടായില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് കറി വന്നിട്ടാകുമ്പോൾ പെട്ടെന്ന് അതിനെ കലം പുറന്നിട്ടത് അതും ഒഴിച്ച് കഴിഞ്ഞ് അതേ ചട്ടിയിൽ തന്നെ ഞാൻ ചിക്കനും ഫ്രൈ ആക്കി. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാമെന്നുള്ള ടൈമൊന്നും ഉണ്ടായില്ല. അങ്ങനെ എടുക്കാൻ തുടങ്ങിയത് നിർത്തണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഓരോന്നോരോന്നേ ആയിക്കോണ്ടെന്ന് ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് ഒരു കയ്യിൽ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. നെയ്ച്ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് റെഡിയായി, ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. പാത്രം ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ രാവിലെ തന്നെ പോകുമ്പോൾ ഞാൻ പാത്രമെല്ലാം ഒന്ന് ഇളക്കിയിട്ട് പോയതാണ്. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ടൈമില്ലായിട്ട് അപ്പോൾ ഇത് വന്നിട്ട് പാത്രമെല്ലാം കുറച്ച് കയറ്റി വെച്ച് നമുക്ക് പിന്നെ ഉണ്ടാക്കുന്ന ആൾക്ക് പാത്രം അങ്ങനെ ഇട്ടുകൊണ്ട് തിന്നു. അങ്ങനെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ആ നെയ്ച്ചോറും പരിപ്പിൻ്റെ കറിയെല്ലാം വിളമ്പിയിട്ട് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഉണ്ടാക്കുന്നതിനും കാട്ടി ഏറെ പണി ഞങ്ങൾക്ക് കയറി തിന്നിക്കാനാണ്. ആ തിന്നിട്ട് പാത്രം കഴുകാനുള്ള പണിയില്ല. അത് ഭയങ്കര പണി തന്നെ. ഞങ്ങൾക്ക് കുറേ സമയം എടുത്തത് ക്ലീനാക്കാൻ. തിന്നാൻ ഉണ്ടാക്കാൻ ഇത്ര ടൈം ഉണ്ടായിട്ടാണ്. അങ്ങനെ പരിപ്പിൻ്റെ കറിയും ചിക്കൻ ഫ്രൈയും
അച്ചാറും കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് വെച്ച്. അങ്ങനെ ചോറെല്ലാം ഓൻ ബൈക്കിടാൻ തമ്മിട്ട് ഞാൻ എന്നെ ബൈക്കിടുമ്പോൾ എന്നിട്ട് ഓൻ എന്നെ ബൈക്കിട്ടിട്ട് ബൈക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഫോണ് നോക്കാണ്ട് ചോറ് വയ്ക്കാൻ കഴിയില്ല. അങ്ങനെ ഫോണിനെ നോക്കിയിട്ട് ഓനെങ്ങനെല്ലാം തേച്ചും വെച്ചിട്ടാണ് പകുതി വെച്ചിട്ട് മതിയായിട്ടൊരു ലേറ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി മദ്രസിലേക്ക്. പാത്രമെല്ലാം കൗവാണ്ട് ഇളക്കിയിട്ട് പോകാൻ കഴിയില്ലായിട്ട് രാവിലെ എങ്ങനെ ഇളക്കിയിട്ട് പോയി. അങ്ങനെ ഇപ്പം കൗവാണ്ടിക്കാൻ കഴിയാന്ന് വെച്ചിട്ട് പാത്രമെല്ലാം കുറേ പാത്രം ഉണ്ടായിരുന്നു കൗവാൻ. രാവിലത്തെ ഇപ്പോഴത്തെ ലൈറ്റ് അങ്ങനെ പാത്രം ഗ്ലാസ്സെല്ലാം കയറ്റി എല്ലാം ഉണക്കാൻ വെച്ചിട്ട് സീറ്റെല്ലാം തോർത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞമ്മ മദ്രസിലേക്ക് പോയി. ടേബിളെല്ലാം ക്ലീൻ ആക്കാൻ മോളും ഹെൽപ്പാക്കി. ഓളെല്ലാം കൊണ്ടുവച്ചു. എല്ലാം ഞാൻ കവുന്ന ഓരോന്നേ എടുത്തിട്ട് കൊണ്ടുവച്ച് അപ്പുറം അതിൻ്റെ പ്ലേറ്റ് വെക്കുന്ന റാക്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് സീറ്റും ഗ്യാസെല്ലാം തോർത്തിട്ട് ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് മദ്രസിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ സമയം 2 മണിയായിനവ. അരമണിക്കൂർ കൊണ്ടെല്ലാം ഉണ്ട്. സമയം 2 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നെയിലാവിനെ കുറച്ച് ഹെൽപ്പാക്കിന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം പെട്ടെന്നായി. ലാസ്റ്റ് മദ്രസിലേക്ക് എത്തിയിട്ട് ആടെത്തിയിട്ടും ഓനെ കാണുന്നില്ല. നയാസിനെ ഓൻ അതിലും പാഞ്ഞോട്ടൊന്നും ഓൻ ചങ്ങായിമാരെല്ലാം കാണുന്നില്ലേ. ഏടിയോനെ പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല അവൻ. അങ്ങനെതാ ഇന്നത്തെ എൻ്റെ ഡേയും മൈ ലൈഫ് ഇങ്ങനെ ആയിട്ടുണ്ടായിന്. അപ്പം നിങ്ങൾ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഇന്ന് രാത്രി വരെയുള്ള വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഉച്ചയാകുമ്പോൾ ഇവളെ പരിപാടി ഇത്ര മണിയാകുമ്പോൾ കഴിഞ്ഞ് വെച്ചെങ്കിൽ വൈകുന്നേരം 5:15 പരിപാടി ഉണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ രാത്രി എന്തെല്ലാം മജ്ലിസിനൂറ് കഥാപ്രസംഗം അങ്ങനെ എന്തെല്ലാം പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊന്നും നോക്കാൻ നിന്നിട്ടാണ് ഞങ്ങൾ നേരെ കോട്ടൂരിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് പോയതാണ്. എങ്ങനെയും കഴിഞ്ഞിട്ട് വന്നതല്ലേ. ഓളെ പരിപാടി 6 മണിയാകുമ്പോൾ കഴിഞ്ഞു. അങ്ങനെ മഗ്‌രിബ് സമയം 6-7 മണി ആ സമയമാകുമ്പോൾ ഞങ്ങൾ നേരെ കോട്ടൂരിലേക്ക് പോയി. കോട്ടൂരിലേക്ക് പോയിട്ട് നമ്മൾ അവിടുന്ന് നെയിലാവണത് എന്തായാലും കടന്ന് വരുന്നില്ല. നമ്മൾ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ അവിടെ സൽമാൻ്റെ പിള്ളേരെല്ലാം ഉണ്ടായത് കൊണ്ട് ഇവിടെ എന്തായാലും വന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ വന്നു രാത്രി. അങ്ങനെ രാവിലെ വന്നതാണ്. അങ്ങനെ എൻ്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ചതെല്ലാം എല്ലാം ഫ്ലോപ്പായി. അങ്ങനെ ഇത്ര മാത്രമായിട്ടുള്ള വീഡിയോ ആയി വൈകുന്നേരം വരെയുള്ളത്. രാത്രിയത്തെ മാത്രം ഇല്ലയെന്ന് മാത്രം. ഇപ്പോൾ രാത്രി അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അവിടെ ഇന്നലെ ഉസ്താദിന് ചോറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചിക്കൻ കറിയും പത്തലും മറ്റേ ഇടിയപ്പം അങ്ങനെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ വന്നത്. രാത്രി വരാമെന്ന് വെച്ചിട്ട് പോയതാണ്. അങ്ങനെ എന്നെ വിട്ടിട്ട് പോയതാണ്. ഒന്നും ഡോറ് ലോക്ക് മാത്രം ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ എല്ലാം ഫ്ലോപ്പായി. അങ്ങനെ വീഡിയോ എല്ലാം ഫ്ലോപ്പായി. അങ്ങനെ എടുത്ത വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ പാത്രമെല്ലാം കയറ്റ് ഗ്യാസ് സ്റ്റൗവെല്ലാം ക്ലീൻ ആക്കിയതാണ്. പാത്രമെല്ലാം കയറ്റാൻ വേണ്ടി നടുപൊളിക്കുന്നു. അത്രയും പാത്രം ഉണ്ടായിരുന്നു കൗവാൻ. കയറ്റ് ക്ലീൻ ആക്കിയിട്ട് സീറ്റെല്ലാം തോർത്തിയിട്ട് കൗണ്ടർ ടോപ്പെല്ലാം അതെല്ലാം തോർത്തിയിട്ട് ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ കുറേ ടൈം എടുത്തു. ഞാൻ ഉള്ളിലേക്ക് ലേറ്റ് ആവേണ്ടായിട്ട് ഫുള്ളൊന്നും ക്ലീൻ ആക്കിയിട്ട് കുറച്ച് മാത്രം ക്ലീൻ ആക്കിയിട്ട് ഫുഡ് കഴിച്ചെടുത്ത് മാത്രം ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ പോയതാണ്. അങ്ങനെ ഇത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത് വീഡിയോ എടുക്കാനുള്ള ടൈമില്ല, ഫോണിൽ ചാർജുമില്ല. അങ്ങനെ എല്ലാം വെച്ചിട്ട് പോയതാണ് ഞാൻ. അങ്ങനെ മദ്രസിലേക്ക് പോയിട്ട് വന്നിടുക. മദ്രസിലേക്ക് പോയിട്ട് മദ്രസിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ പിള്ളേർ നല്ല പരിപാടി പാങ്ങണ്ടായിരുന്നു. ലാസ്റ്റ് വൈകുന്നേരം ആകുമ്പോൾ പിള്ളേർ ആവേശമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ മദ്രസിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ ചുമക്കൊരു ഗ്ലാസ് ചായയും വെച്ച് കൊടുത്തിട്ട് മദ്രസിൽ പോയിട്ട് വന്നു. മദ്രസിൽ പോയിട്ട് നല്ല പാണ്ടായിരുന്നു പരിപാടി. പിള്ളേരെ കളിയും ഒന്നുമില്ലാതെ നല്ല പാണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്ലാസ് ചായയും ചുമന്ന് വെച്ച് കൊടുത്ത് എന്നിട്ട് നമ്മൾ നേരെ പുറക്ക് പോയി കോട്ടൂരിലേക്ക് പോകുമ്പോൾ സൽമാ എൻ്റെ അളിയ സിദ്ദീഖിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിന്. അങ്ങനെ പോകുന്ന വഴിക്ക് അതും കയറിയിട്ട് നമ്മൾ വന്നതാണ്. ഇളയാക്ക് പിന്നെ മരുന്ന് കയറ്റുമ്പോൾ മരുന്ന് കയറുന്നേ ഉണ്ടായിട്ട് ബ്ലഡെല്ലാം വരുന്നുണ്ടായിരുന്നു. സിസ്റ്റർ കുറേ നോക്കിയിട്ട് അങ്ങനെല്ലാം ബ്ലഡ് കയറ്റി. അങ്ങനെ വരുന്ന വഴിക്കുന്ന നെയിലാക്ക് മസാലപ്പൊരി കൊണ്ട് അതും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഫുൾ റാസിലിട്ട് അങ്ങനെ അതും തിന്നിട്ടിട്ട് നമ്മൾ പോയതാണ് കോട്ടൂരിലേക്ക്. അങ്ങനെ രാത്രി ആയതുകൊണ്ട് വീഡിയോ ഒന്നും നേരെ എടുത്തിട്ടാണ്. അപ്പോൾ ഉള്ള വീഡിയോ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും
ബൈ ബൈ.